ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മദ്രാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു അടിപൊളി സ്ഥലം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ 3-ാം സ്ഥാനത്തുള്ളതും വയനാട് ജില്ലയിൽ 2-ാം സ്ഥാനത്തുള്ളതുമായുള്ള ഒരു ശുദ്ധജല തടാകം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ തടാകത്തിൻ്റെ പേര് കർലാട് ലേക്ക് എന്നാണ്. വയനാട് ജില്ലയിലെ തരിയോട് പഞ്ചായത്തിൽ കർലാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സ്ഥിതി ചെയ്യുന്നത്. ആദ്യമേ ഇത് സാധാരണക്കാരായ എല്ലാവർക്കും, നമ്മുടെ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തടാകമായിരുന്നു. പിന്നീട് അത് DTDCയുടെ കീഴിലേക്ക് മാറുകയും സിപ്പ് ലൈൻ, കയാക്കിംഗ്, ബോട്ടിംഗ് അതുപോലെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ കൊണ്ടുവന്നിട്ട് വയനാട്ടിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു. പ്രകൃതിയോട് വളരെ അധികം ഇണങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഇവർ ഇതിനുള്ളിൽ ഓരോരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ ചെടികളും അതുപോലെ തന്നെ ഒരുപാട് പഴങ്ങളും എല്ലാം നല്ല രീതിയിൽ ഇവിടെ പരിപാലിച്ചു പോരുന്നുണ്ട്. നടപ്പാതകളൊക്കെ ഇൻ്റർലോക്ക് ചെയ്ത് വളരെ വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണിത്. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിൽഡ്രൻസ് പാർക്ക് തന്നെ അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് അവർ മാറ്റി അതിനെ. ഇവിടെ വരുന്ന കുട്ടികൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു റൈഡുകൾ നല്ല ഭംഗിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഏരിയയിലൊക്കെ ഇൻ്റർലോക്കിംഗ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ചെളിയാകാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും കുട്ടികൾക്ക് അവിടെ ഉണ്ടാവില്ല. ചിൽഡ്രൻസ് പാർക്കിലെ ആ റൈഡുകളൊക്കെ ആസ്വദിച്ച് കുട്ടികളെയും കൂട്ടിയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവരവിടെ പ്രത്യേക രീതിയിൽ അലങ്കരിച്ചിട്ടുള്ള ഒരു നടപ്പാതയുണ്ട്. ആ നടപ്പാതയിലൂടെ നടന്ന് മുന്നോട്ട് പോയപ്പോഴാണ് ആ പ്രകൃതി ഭംഗി നമ്മുടെ കൺമുന്നിലേക്ക് വന്നു ചേർന്നത്. കർലാട് തടാകത്തിൻ്റെ ആ ഒരു ഭംഗി. ഈ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക പ്രകൃതി എത്ര മനോഹരമായിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു തടാകം DTDC ഏറ്റെടുത്ത ശേഷം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് ടെൻറ്റുകളൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് ഉപയോഗിക്കാണ്ട് നശിച്ചു പോയിട്ടുണ്ട്. ആ ഒരു നടപ്പാതയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിന് വലതുഭാഗത്തായിട്ട് ഒരുപാട് ടെൻറ്റുകളുണ്ട്. ആ ടെൻറ്റുകളെല്ലാം ഇന്ന് നശിച്ചു പോയിട്ടുണ്ട്. യാതൊരു രീതിയിലുള്ള ഗുണവും ഇന്ന് ജനങ്ങൾക്ക് കിട്ടാത്ത രീതിയിൽ തന്നെ അത് നശിച്ചു പോയിട്ടുണ്ട്. തടാകത്തോട് ചേർന്ന് തന്നെ ഈ രീതിയിലുള്ള നിർമ്മിതികൾ അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് തടാകത്തിലേക്ക് ഇറക്കി തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് തടാകത്തിലൂടെ ഈ പറഞ്ഞിരിക്കുന്ന ബോട്ടിങ്ങും അതുപോലെ തന്നെ കയാക്കിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ടത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന തടാകത്തിലെ ആമ്പലും അതുപോലെ തന്നെ ആ വെള്ളത്തിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ഈ ഒരു നിർമ്മിതിയിൽ നിന്നിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒരു തടാകം, അതിൻ്റെ ഭംഗി ഒക്കെ ആസ്വദിക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറകിലൊരു മനോഹരമായ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ തടാകത്തിന് പുറകിലായിട്ടുള്ള മല ഇടിഞ്ഞ് രൂപപ്പെട്ടതാണ് ഈ ഒരു തടാകം എന്നാണ് പറയുന്നത്. നിലവിൽ ഈ ഒരു
ആ തടാകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒരു വയലായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ബോട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഫാമിലി ബോട്ടുകളുണ്ട്, 2 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്, 4 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ കയാക്കിംഗ് ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കാണുന്ന തടാകത്തിന് കുറുകെയാണ് ഇവിടുത്തെ സിപ്പ് ലൈൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വെള്ളത്തിന് മുകളിലൂടെയാണ് നമ്മൾ സിപ്പ് ലൈനിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. സമയമുണ്ട്. ഇവിടെ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിപ്പ് ലൈൻ, അതുപോലെ തന്നെ ബോട്ടിങ്, കയാക്കിങ്ങിനൊക്കെ നമ്മൾ എക്സ്ട്രാ ചാർജുകളുണ്ട്, എക്സ്ട്രാ ഫീസുകൾ നമ്മൾ കൊടുക്കണം. അത് സിപ്പ് ലൈന് വരുന്നത് നമുക്ക് 400 രൂപ, അതുപോലെ തന്നെ കയാക്കിങ്ങിന് 300 രൂപ, ഇങ്ങനെയൊക്കെയാണ് ചാർജുകൾ വരുന്നത്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു തടാകത്തിലൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ ഇവരൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തടാകത്തിൽ മഴക്കാലത്ത് നല്ല രീതിയിൽ വെള്ളം നിറയാറുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല മനോഹരമായിട്ട് അവർ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബ്രിഡ്ജിലൂടെ നമുക്ക് നടന്ന് അപ്പുറത്തൊരു ചെറിയൊരു ഐലൻഡ് പോലെയുണ്ട്, അവിടെ പോകാം. അതിനുശേഷം അതിലൂടെ നടന്ന് വീണ്ടും നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബ്രിഡ്ജ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞിട്ട് ആ ഒരു തുരുത്തിൽ നിന്ന് വീണ്ടും ഒരു ബ്രിഡ്ജിലേക്ക് തന്നെയാണ് നമ്മൾ ഇറങ്ങുന്നത്. ഈ ഒരു ബ്രിഡ്ജ് നേരെ വെള്ളത്തിൽ തന്നെയാണ് എൻഡിങ് വരുന്നത്. അവിടെ അവർ വളരെ മനോഹരമായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാഴ്ചകൾ കംപ്ലീറ്റ്, ആ ഒരു തടാകത്തിൻ്റെ കാഴ്ചകൾ കംപ്ലീറ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പാലം അവർ നിർമ്മിച്ചിട്ടുള്ളത്.
നേരത്തെ അമ്പലത്തിന്റെ അടുത്തായിരുന്നു വെള്ള അമ്പലത്തെ അവിടെ മാറിപ്പോകുന്നു. നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെയുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. നമ്മളുടെ തടാകം നിങ്ങൾക്ക് ആസ്വദിക്കാം. ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിങ്ങൾക്ക് ആസ്വദിക്കാം. സിപ്പ് ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ കയാക്കിംഗ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ടത് മാനന്തവാടി പടിഞ്ഞാറത്തറ കൽപ്പറ്റ റൂട്ടിലാണ് വരേണ്ടത്. അവിടെ നിന്ന് കൗമന്നത്ത് നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു തടാകത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഒപ്പം എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കേണ്ടതാണ്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.